ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു പ്ലേസ്. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ടൊരു പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ബാമ്പു എന്നറിയപ്പെടുന്ന, നമുക്ക് ഹോം ബാമ്പു അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന, ഡാർഫ് ബാമ്പു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ലീഫ് ഒരു ചെറിയൊരു നല്ലൊരു ഷൈനിങ് ലീഫാണ്. വെട്ടമടിക്കുമ്പോൾ ഷൈനിങ് ഉണ്ടോ, ഷൈനിങ് ലീഫാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇതുപോലെ പോട്ട്സുകളായി ആയി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റും, വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റും. വീടിനുള്ളിൽ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഞാൻ കാണിച്ചു തരാം. അത് ഏകദേശം ഒരു 3 വർഷമായ പ്ലാന്റാണ്. ആ പ്ലാന്റിന് നല്ല സൈസുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓവർ വലുതായി പോവാറില്ല ഈ പ്ലാന്റ്. കണ്ട, ഞാനിപ്പോൾ നമുക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇപ്പോൾ എക്സാമ്പിൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക, ഊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റായി വരും. നമ്മൾ പ്രൊപ്പഗേറ്റാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ഞാനിപ്പോൾ കൊണ്ട് കാണിച്ചു തരും. അത് കാണിച്ചതിന് ശേഷം വീടിനകത്തുള്ള പ്ലാന്റ് കാണാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സ് സെയിലിനുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് നല്ലൊരു പ്ലാന്റായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് വലിയ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിന് നിങ്ങൾക്ക് പുറത്ത് സൈഡിലോ ബാൽക്കണിയിലൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് റൂമിന് സൈഡിൽ ഒരു വിൻഡോയിൽ നിന്നുള്ള പ്രകാശം മതി, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് അതിന് ഞാൻ നട്ട് വെച്ചിട്ടുള്ള തൈകൾ ജസ്റ്റ് കാണിച്ചു തരാം. അതൊന്നും ഒത്തിരി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന്. ഓക്കെ, അതെ ഇവിടെ ഇതിനകത്തേ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഉണ്ടോ, ഇതാ അവിടെ നിൽപ്പുണ്ട് ആ ഒരു പ്ലാന്റ് ഉണ്ട്, അവിടെയുണ്ട്. പിന്നെ ഇവിടേക്ക് പ്ലാന്റ്സ് ഇതാ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ട അവിടെ കുറച്ച് തൈകൾ ഇരിപ്പുണ്ട് വേറെയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആവശ്യാനുസരണം വീണ്ടും തൈകൾ ഉൽപ്പാദിക്കും. ഒരു 10 തൈ മാത്രമേ നമ്മൾ എക്സ്ട്രാ വെച്ചേക്കൂ. അത് പോയിട്ട് നമുക്ക് വീണ്ടും വരുന്നതനുസരിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമുക്ക് വെച്ചേക്കുന്ന ഇത് മെയിൻ കളക്ഷനാണ്. ആദ്യം ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, പിന്നെ 2 പ്ലാന്റ് ആക്കി, പിന്നെ വീടിനകത്തും പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കുറേ നാളിലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ വീടിനകത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലാനാണ്. കാരണം ഇത് നമുക്ക് മറ്റുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ചെറിയ ഒരു വെള്ളം നമുക്ക് കിട്ടാതിരുന്നാൽ പോലും ഒരുമാതിരി ആയിപ്പോകും. പക്ഷേ ഈ പ്ലാന്റ് കുറച്ചൊക്കെ വെള്ളം ഇല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. കാണാനൊരു പ്രത്യേക ഒരു വൈബാണ്. കാരണം അത് പച്ചയിൽ കുറച്ച് വേറെ കളേഴ്സ് ഷെയ്ഡൊക്കെ വരുമ്പോൾ ഇതിനുണ്ടാകുന്ന ഒരു ബ്യൂട്ടി നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ട അതൊരു പ്രത്യേക ബ്യൂട്ടി. ഓക്കെ, നമുക്ക് വീടിനകത്തുള്ള പ്ലാന്റ് കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഇട്ടേ. കണ്ട, ഇവിടെ 2 പ്ലാന്റ് ഇരിപ്പുണ്ട്. ഈ പ്ലാന്റിന് മാറ്റി ഉണ്ട്. എൻ്റെ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ നമുക്ക് ഇടയ്ക്ക് വീടിനകത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത, ഒരു പ്രോബ്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്ക് നമുക്ക് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കേണ്ടത്. ലീഫ് കണ്ട പൊടി കൊണ്ട് നിറയും. അപ്പോൾ ജസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഞാൻ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിപ്പുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വീടിനകത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ പല വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം.